ഗോവിന്ദം പുത്തൻ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വിവേകിനെ നമ്മുടെ ഗോവിന്ദോ അടിച്ച് പഞ്ചറാക്കി എന്ന് തന്നെ പറയട്ടെ. നമ്മുടെ വിവേകിനെ ആ ഒരു കലി തീർക്ക നേരം നമ്മുടെ ഗോവിന്ദ് അടിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇനി എന്നെ തൊട്ടാലല്ലാതെ അവൻ്റെ ദേഹത്ത് തൊടാൻ പറ്റില്ല എന്ന് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുകയും ലാസ്റ്റ് നമ്മുടെ ഗോവിന്ദും ഗീതുവും തമ്മിൽ പോലും ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഗീതു പറയുന്നുണ്ട് നമ്മുടെ വിനോദിൻ്റെ അടുത്ത്, നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ പ്രിയനെ കാണണ്ടാന്ന്, ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിനോദിനെ നമ്മുടെ ഗീതു ഒത്തിരി തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ തല്ലും ബഹളവും തന്നെ. ആശുപത്രിയിൽ മൊത്തം ഒരു എന്താ പറയുക സമാധാനമില്ലാത്ത ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാതെ തന്നെ പ്രിയ ഇങ്ങനെ ആ ജീവൻ മരണ പോരാട്ടത്തിൽ അവിടെ പ്രിയയും നിൽക്കുന്നു. അപ്പോഴത്തേക്കും അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടറിനോട് നമ്മുടെ രാധികാമ്മ ചോദിക്കുന്നുണ്ട് പ്രിയയുടെ അവസ്ഥയെപ്പറ്റി. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സർജറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അപ്പോൾ എന്താ പറയുക ഇനിയും കുറേ നേരം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ഇവരോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാധികയും നമ്മുടെ ഗീതവും കൂടെ ഒരു അമ്പലത്തിൽ പോയി ഇങ്ങനെ ഭയങ്കര ആ ഒരു കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? നമ്മുടെ പ്രേമോ തിരികെ ജീവിതത്തിലേക്ക് വരുമോ? ആ ഒരു അത്ഭുതം തന്നെ സംഭവിക്കാനായിരിക്കും പ്രേക്ഷകർക്ക് ഏറെ ആഗ്രഹം അല്ലേ? പ്രേമോൾ എത്രയും വേഗം നമ്മുടെ ഗീതാഗോവിന്ദത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഗീതാഗോവിന്ദത്തിനൊരു ജീവൻ വയ്ക്കുന്നത്. നമ്മുടെ ഗീതുവിനും ഗോവിന്ദിൻ്റെയും ആ ഒരു പുതിയ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഒരു വലിയ ദുരന്തം ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേമോളുടെ ആ ഒരു ജീവിതം തിരികെ കിട്ടിയാലേ നമ്മുടെ ഗോവിന്ദ് പഴയ പോലത്തെ ഒരു ഗോവിന്ദായി മാറുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേമോൾ തിരികെ വരണം തന്നെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.